കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ സന്ധ്യയ്ക്ക് ദൈവം എന്നോട്ട് ഇടപെട്ടൊരു ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യമാണ്. അവൻ്റെ ബലത്തിൽ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ദൈവമക്കളുടെ തിരഞ്ഞെടുപ്പും വിളിയും അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞതിന് ശേഷമായിട്ട് അവർ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെപ്പറ്റി പറയുകയാണ്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ വളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വിശ്വാസികളായ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നൊരു ശക്തിയുണ്ട്. നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ കുടുംബ വിഷയത്തിന് മേൽ, നമ്മുടെ സാമ്പത്തിക വിഷയങ്ങളുടെ മേൽ, നമ്മുടെ രോഗത്തിൻ്റെ മേൽ, നമ്മൾ ഏത് വിഷയത്തിന് പുറത്ത് ഭാരപ്പെടുന്നു അതിനുമേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഇപ്പോൾ പൗലോസ് ഇവിടെ പറയുന്നത് അത് നിങ്ങൾ അനുഭവിച്ച് ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുകയാണ്. ദിവസങ്ങളിൽ നമ്മൾ അത് അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പരാജയങ്ങളും പ്രയാസങ്ങളും കടന്നു വരും. അതാർക്ക് വേണ്ടിയാണ് വ്യാപരിക്കുന്നത്? വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ദൈവശക്തി വ്യാപരിക്കുന്നത്. അപ്പോൾ വിശ്വസിക്കുന്ന പറയുമ്പോൾ ആൾക്കാർ ചിന്തയെന്ന് പറഞ്ഞാൽ മീശ പിടിച്ചു കഴിഞ്ഞാൽ ദൈവശക്തി വ്യാപരിക്കുക, അങ്ങനെയില്ല. വിശ്വാസം വന്നതിന് ശേഷം 60 അല്ലെ 65, 70, 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുമ്പോൾ വെള്ളമുപ്പ് മാത്രം ഇട്ടെന്നും പറഞ്ഞ് ദൈവശക്തി വ്യാപരിക്കത്തില്ല. പള്ളി വെള്ളസാരി ഉടുത്തെന്നും പറഞ്ഞ് ആഭരണം ഇട്ടില്ലെന്നും പറഞ്ഞ് ദൈവശക്തി വ്യാപരിക്കത്തില്ല. പെന്തക്കോസ്ത് പള്ളി തന്നെ എല്ലാ ഉപവാസപ്രാർത്ഥനയ്ക്ക് പോയെന്നും പറഞ്ഞ് ദൈവശക്തി വ്യാപരിക്കത്തില്ല. അല്ലെങ്കിൽ ഒരു സെൻട്രൽ പാസ്റ്റർ ആയെന്നും പറഞ്ഞ് അല്ലെങ്കിൽ പ്രസിഡൻ്റായി, അല്ലെങ്കിൽ അതിൻ്റെ കൂടിയ സൂപ്രണ്ടായി, അല്ലെങ്കിൽ വലിയ സഭയുടെ പ്രസിഡന്റ്, അല്ലെങ്കിൽ ഇങ്ങനെ വലിയ മിടുക്ക വലിയ കൊമ്പത്തിരിക്കുന്ന വലിയ ആൾക്കാരുണ്ട്. അങ്ങനെ ആ പദവിയിലായെന്നും പറഞ്ഞ് ഒരിക്കലും ദൈവശക്തി വ്യാപരിക്കുന്നില്ല. അപ്പോൾ അത് വ്യാപരിക്കണമെങ്കിൽ ഇവിടെ പറയുകയാണ് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടിയാണ് വ്യാപരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവിൻ്റെ വിഷയത്തിൽ ഇടപെടും. എൻ്റെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ശക്തിയോടെ ദൈവശക്തി വെളിപ്പെടും. എൻ്റെ തലമുറയുടെ വിഷയത്തിന്മേൽ ഭാരപ്പെടുന്ന വിഷയത്തിന്, കുടുംബത്തിനകത്ത് ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ, എൻ്റെ സഭയുടെ വിശ്വാസത്തിന്റെ മേലെല്ലാം ദൈവശക്തി വ്യാപരിക്കുമെന്നും പറഞ്ഞ് ഈ ദിവസം നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവശക്തി വ്യാപരിക്കുന്നത്. നമുക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം പഠിക്കുമ്പോൾ ഇതാ യേശു കർത്താവ് യായിറോസിൻ്റെ ഭവനത്തിലേക്ക് കടന്നുപോയാണ്. ആ കുഞ്ഞു മകൾ സുഖമല്ലാതെ കിടക്കുമ്പോൾ ആ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ വേണ്ടി യേശു കർത്താവ് കടന്നു പോകുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, 12 വർഷമായി രക്തസ്രവത്താൽ ഭാരപ്പെട്ടൊരു സ്ത്രീ. അവൾ പല വൈദ്യന്മാരെ കണ്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ രക്തസ്രവം ഉള്ള സ്ത്രീകളെ പറ്റി പഠിക്കുമ്പോൾ ആ കാലത്ത് ഒരു സ്ത്രീ രക്തസ്രവമുള്ള ദിവസങ്ങൾ അശുദ്ധയാണ്. അപ്പോൾ അവൾ ഭർത്താവിനെ തൊടാൻ പാടില്ല, പള്ളിയിൽ പോകാൻ പാടില്ല, അവൾ കിടക്കുന്ന കട്ടിൽ അശുദ്ധം, ഇരിക്കുന്ന കസേര അശുദ്ധം, അവൾ എന്തൊക്കെ തൊടുന്നു അതൊക്കെ അശുദ്ധമാണ്. അങ്ങനെ അവൾ ഭവനത്തിൽ നിന്ന് ഒറ്റപ്പെട്ട്, സഭയിൽ നിന്ന് ഒറ്റപ്പെട്ട്, അല്ലെങ്കിൽ അവൾക്ക് ഈ രക്തം ശരീരത്തിൽ നിന്ന് പൊക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരുപാട് രക്തം നഷ്ടപ്പെട്ട് അവൾ വളരെ പരവശയാണ്. മാത്രമല്ല ഒന്ന് മാറി പല വൈദ്യന്മാരെ കണ്ട് ഉള്ളതെല്ലാം വിറ്റ് ചികിത്സിച്ചിട്ടും ഒട്ടും ഭേദം വരാത്തൊരു സ്ത്രീ. അപ്പോൾ അവൾ യേശുവിനെ പറ്റി കേൾക്കുകയാണ്. യേശു രോഗികളെ സൗഖ്യമാക്കുന്നവനാണ്, യേശു ആശ്വസിപ്പിക്കുന്നവനാണ്, യേശുവിൻ്റെ സുവിശേഷം കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു. അങ്ങനെ യേശുവിനെ പറ്റി കേട്ട് കഴിഞ്ഞപ്പോൾ അവളൊരു തീരുമാനമെടുക്കുകയാണ്, എനിക്ക് അവൻ്റെ അടുക്കൽ പോയി സൗഖ്യം പ്രാപിക്കണം. അങ്ങനെ അവൾ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ പുരുഷാര നിമിത്തം യേശുവിനെ തൊടാൻ കഴിയുന്നില്ല. അപ്പോൾ അവൾ ചെയ്തൊരു കാര്യം, അവൾ ആ പുരുഷാരത്തിൻ്റെ ഇടയിൽ കൂടി ചെന്നിട്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തങ്ങൽ തൊട്ടു.
അവിടെ എഴുതിയ കാര്യം യേശു ചോദിക്കുകയാണ്, എന്നെ തൊട്ടതാര്? എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഹല്ലേലൂയ. ദൈവമക്കളെ, അവൾ വിശ്വാസത്തോടെ വന്ന് ആ യേശുവിൻ്റെ തൊങ്ങലിൽ തൊട്ട്, വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ ദൈവശക്തി അവിടെ മേൽ ശരീരത്തിൽ വ്യാപരിച്ച് അവിടെ എഴുതിയിരിക്കുന്നു, ശക്തി അവളെ വിട്ടുമാറി, അല്ല ബാധ അവളെ വിട്ടുമാറി. അവൾ സൗഖ്യം ശരീരത്തെ തിരിച്ചറിയുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കണം, നമ്മൾ യേശുവിനെ തൊട്ട് കഴിഞ്ഞാൽ, യേശുവിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ, നാളുകളായി നമ്മളെ രോഗിയാക്കി തകർത്തിട്ടിരിക്കുന്ന വിഷയങ്ങൾ, ഭാരപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ, നിന്നെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ഒരു തരത്തിലും മുൻപോട്ട് കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ തടഞ്ഞിട്ടിരുന്ന ചില ശക്തികൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കർത്താവിനെ തൊടുന്നെങ്കിൽ, ദൈവത്തെ സ്പർശിക്കുന്നെങ്കിൽ അത് വിട്ടുമാറി ഒരു വലിയ വിടുതൽ അനുഭവിക്കാനിടയായിത്തീരും. അവിടെ എഴുതിയിരിക്കുകയാണ്, അവൾ സൗഖ്യം ശരീരത്തിൽ തിരിച്ചറിഞ്ഞു. അപ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ പ്രത്യേകത, യേശുവിനെ തൊടുന്നവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഭാരപ്പെടുന്ന ആ വിഷയം, ആ പ്രയാസപ്പെടുന്ന ആ വിഷയത്തിന്മേൽ സൗഖ്യം അനുഭവിച്ചറിയാൻ കഴിയും. ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്നവരോട് ദൈവാത്മാവ് ഇടപെടുകയാണ്, ഈ ദിവസങ്ങളിൽ നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കും, എൻ്റെ ആ വിഷയത്തിന് മറുപടി തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിശ്ചയമായും നിൻ്റെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ഇതുവരെയും കാണാത്ത രീതിയിൽ വചന വെളിപ്പാടുകൾ, പ്രവചനവരങ്ങൾ, കൃപാവരങ്ങൾ, രോഗശാന്തിയുടെ വരങ്ങൾ ശക്തമായ നിൻ്റെ മേൽ, ശുശ്രൂഷയുടെ മേൽ വെളിപ്പെട്ട് വരുമെന്ന് പരിശുദ്ധാത്മാ ആലോചന പറയുകയാണ്. മാത്രമല്ല, രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ ദൈവശക്തി വന്നു കഴിയുമ്പോൾ ആ സൗഖ്യം നിൻ്റെ ശരീരത്തിൽ അനുഭവിക്കാൻ കഴിയും. അതുപോലെ നീ നാളാളുകളായി ഭാരപ്പെടുന്ന സാമ്പത്തിക വിഷയമായിരിക്കും, ഏത് വിഷയമാണ്, തലമുറയുടെ വിഷയമായിരിക്കാം, ഏത് വിഷയത്തിലാണെങ്കിലും നീ വിശ്വാസത്തോടെ ഈ ദിവസങ്ങളിൽ കർത്താവിനെ തൊടുന്നെങ്കിൽ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ മേൽ, നിൻ്റെ തലമുറയുടെ മേൽ, നിൻ്റെ സഭയുടെ മേൽ, നിൻ്റെ ആവശ്യങ്ങളുടെ മേൽ ശക്തിയോടെ വെളിപ്പെട്ട് വന്ന് അത് അനുഭവിച്ചറിയാൻ ഇടയായിത്തീരും. അതിൽ ഇവിടെ പറയുന്നു, അവൻ്റെ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ വലിപ്പം ഇന്ന് നിങ്ങൾ അനുഭവിച്ചറിയും. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം, നമ്മുടെ എല്ലാ മേഖലകളിലും ദൈവശക്തി വെളിപ്പെടും, ഒരു അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിച്ച് നിശ്ചയമായും ഈ ദിവസങ്ങളിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും. അവിടെ താഴ്ത്തു വായിക്കുകയാണ്, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കൃത്യനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും ചെയ്തു. അപ്പോൾ യേശുവിനെ പറ്റി പറയാണ്, അങ്ങനെ അവൻ ക്രിസ്തുവിലും, ആ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു. അപ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഇതറിയാവുന്ന ആ പടയാളങ്ങളും അവരെല്ലാം ചെന്നിട്ട് പറയുന്ന പിലാത്തോസിനടുത്ത് പറയുകയാണ്, അവൻ ഈ ചതിയൻ 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്താ ചെയ്തത്? അവർ റോമ ഗവൺമെൻറ് മുദ്ര വെച്ചു, പടയാളികളെ കാവൽ നിർത്തി. അവിടെ എഴുതിയിരിക്കുകയാണ്, 3-ാം ദിവസം ഉയർപ്പിൻ്റെ ശക്തി യേശുവിൻ്റെ മേൽ വ്യാപരിച്ച് അവനെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുത്തി. മക്കളെ, ആ പരിശുദ്ധാത്മയുടെ ശക്തിയാണ് ഇന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ വിഷയത്തിന്മേൽ, എൻ്റെ വിഷയത്തിന്മേൽ, നിൻ്റെ ശുശ്രൂഷയിൽ വെളിപ്പെടുന്നത്. ഈ ദിവസങ്ങളിൽ നമുക്ക് ആ ദിവസങ്ങൾ ഒന്നുകൂടെ താഴാം, ഒന്നുകൂടെ വിശ്വസിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടി ശക്തി വെളിപ്പെടുത്തണം. ആ അഭിഷേകത്തിൻ്റെ ശക്തി എൻ്റെ മേൽ, എൻ്റെ തലമുറയുടെ മേൽ, എൻ്റെ ശുശ്രൂഷയുടെ മേൽ, ഞാൻ ഭാരപ്പെടുന്ന, പ്രയാസപ്പെടുന്ന എല്ലാ മേഖലകളിലും യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടണമെന്ന് ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിൽ വലിയ വിടുതൽ അനുഭവിക്കാനിടയായിത്തീരും. ആ രക്തവസ്ത്രമൊക്കെ ഈ സ്ത്രീ ആ സൗഖ്യം ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞതുപോലെ, ചില ബാധകൾ വിട്ടുമാറിയതുപോലെ ഈ ദിവസങ്ങളിൽ നിന്നെ തകർത്തുകൊണ്ട് നിന്നെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ തടസ്സം വെട്ടിക്കുന്ന ചില തടസ്സങ്ങളും അതിൻ്റെതായ ബന്ധനങ്ങളും അഴിഞ്ഞു മാറി ഒരു വലിയ വിടുതലും സൗഖ്യവും നിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയും. ഈ ദിവസങ്ങളിൽ ഈ വചനപ്രകാരം നമുക്ക് വിശ്വസിക്കാം, ദൈവശക്തി ഏറ്റെടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.